നഗരസഭയെ ചൊല്ലിയുള്ള ബി.ജെ.പി. CPM രാഷ്ട്രീയ പോര് അക്ഷരാർത്ഥത്തിൽ യുദ്ധകളത്തിലേക്ക് വഴിമാറുന്നു. തിരുവനന്തപുരം നഗരസഭയിലെ ബി.ജെ.പി. ഭരണത്തിന്റെ ജനപ്രീതി തകർക്കാൻ CPM മാലിന്യ മാഫിയായി മാറുകയാണെന്ന ഗുരുതരമായ ആരോപണവുമായി മേയർ വി രാജേഷ് രംഗത്തെത്തിയതോടെ വിഷയം രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറി. ആമിഴഞ്ചാൻ തൊട്ടിൽ മാലിന്യം ഒഴുക്കാൻ ശ്രമിച്ച സംഘത്തെ തടഞ്ഞ നഗരസഭാ ജീവനക്കാരെ വാഹനം കയറ്റി കൊല്ലാക്കൊല ചെയ്യാൻ ശ്രമിച്ച കേസിൽ പിടിയിലായ പ്രതി കട്ട CPM പ്രവർത്തകരാണെന്ന തെളിവുകൾ പുറത്തുവിട്ടതാണ് ഇരു പാർട്ടികളും തമ്മിലുള്ള പോര് കനക്കാൻ കാരണം. ഭരണമാറ്റത്തിനു ശേഷം കേവലം 6 മാസം കൊണ്ട് അഴിമതിരഹിത ഭരണം കാഴ്ചവെക്കുന്ന ബി.ജെ.പി. ഭരണസമിതിയുടെ പ്രതിച്ഛായ തകർക്കാൻ CPM നടത്തുന്ന ആസൂത്രിത അട്ടിമറിയാണ് ഇതെന്നാണ് മേയറുടെ ആരോപണം. രാഷ്ട്രീയ വൈര്യത്തിന്റെ ഒടുവിലെത്തീര ജീവനക്കാർക്ക് നേരെയുള്ള വധശ്രമമാണ്. പോരാട്ടം കേവലം ആരോപണ പ്രത്യാരോപണങ്ങളിൽ ഒതുങ്ങാതെ തെരുവിൽ ചോര ചിന്നുന്ന രീതിയിലേക്ക് മാറിയതാണ് തലസ്ഥാനത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. ആമഴിഞ്ചാൻ തോട്ടിലേക്ക് മാലിന്യം തള്ളുന്നത് തടയാൻ നഗരസഭ നിയോഗിച്ച സ്ക്വാഡിലെ ജീവനക്കാരായ സുരേഷിനെയും രാഹുലിനെയും തോട്ടുപാലത്തിന് സമീപം വെച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. കരിമടം കോളനി സ്വദേശിയായ ഷമീർ ഓടിച്ച വാഹനം ജീവനക്കാരുടെ ബൈക്കിന് മുകളിലൂടെ പാഞ്ഞുകയറി. തീവ്രപരിചരണ വിഭാഗത്തിലെ ചികിത്സയ്ക്ക് ശേഷം ജീവനക്കാരൻ ഡിസ്ചാർജ് ആയെങ്കിലും സംഭവത്തിൽ വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഒളിവിലായിരുന്ന ഷമീറിനെ തമിഴ്നാട് അതിർത്തിയിൽ വെച്ച് പോലീസ് വലയിലാക്കി. കേസിൽ 1-ാം പ്രതിയായ കരിമടം സുരേഷിനെയും പോലീസ് നേരത്തെ തന്നെ പിടിയിലാക്കിയിരുന്നു. ഏരിയ സെക്രട്ടറിയുമായി കട്ട ബന്ധം, പടം പുറത്തുവിട്ട് മേയറുടെ സർജിക്കൽ സ്ട്രൈക്ക്. CPM ചാല ഏരിയ സെക്രട്ടറി സുന്ദറിനൊപ്പം പ്രതി ഷമീർ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ചിത്രങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പരസ്യപ്പെടുത്തിയ മേയർ CPMന്റെ രാഷ്ട്രീയ കളികൾക്കെതിരെ തുറന്ന പോരിനിറങ്ങി. മുൻ CPM ഭരണസമിതിയുടെ കാലത്ത് കൊണ്ടുവന്ന അഴിമതി നിറഞ്ഞ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾക്ക് പകരമായി പുതിയ മാതൃക നടപ്പാക്കാൻ ബി.ജെ.പി. ഭരണസമിതി മുന്നോട്ടിറങ്ങിയപ്പോഴാണ് ഇത്തരത്തിൽ താഴെത്തട്ടിൽ അന്തർധാരയും കുത്തിത്തിരിപ്പും നടത്തുന്നതെന്നാണ് ഭരണസമിതിയുടെ പക്ഷം. മുൻ മന്ത്രിമാർ അടക്കമുള്ള CPMലെ ഉന്നതരുടെ അറിവോടെയാണ് ഈ ഗൂഢാലോചനയെന്നും മേയർ ആരോപിച്ചു. ഭരണസമിതിക്കെതിരെ അഴിമതി ആരോപിക്കാൻ ഒന്നുമില്ലാത്ത രാഷ്ട്രീയ നിരാശയിലാണ് CPM പ്രവർത്തകർ തന്നെ നേരിട്ട് മാലിന്യം തള്ളാൻ റോഡിലിറങ്ങിയതെന്ന് ബി.ജെ.പി. തുറന്നടിക്കുമ്പോൾ വരും ദിവസങ്ങളിൽ പോര് കൂടുതൽ കടുക്കുമെന്ന് ഉറപ്പാണ്. അയോഗ്യതയും തെരുവ് നായ ശല്യവും. ബി.ജെ.പി. ഭരണസമിതിയുടെ ഉറച്ച നിലപാട് രാഷ്ട്രീയ പോര് കടക്കുന്നതിനിടെ കാപ്പ ചുമത്തപ്പെട്ട തടങ്കലിൽ കഴിഞ്ഞിരുന്ന വാഴോട്ടുകോണം കൗൺസിലർ R. സുഗതന് അയോഗ്യത കൽപ്പിക്കുന്ന നടപടിയിലേക്ക് കടക്കുകയാണ്. കോടതിയുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നിയമപരമായ നടപടികൾ പൂർത്തിയാക്കുമെന്ന് മേയർ അറിയിച്ചു. ഒപ്പം നഗരവാസികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിനായി ABC പദ്ധതി കൂടുതൽ ഊർജിതമാക്കി ദിവസവും 20 നായ്ക്കളെ വരെ പിടിക്കുന്നുണ്ടെന്നും രാഷ്ട്രീയ എതിർപ്പുകളെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് നേരിടുമെന്നും വി രാജേഷ് വ്യക്തമാക്കി.